സ്ഥിരം മാസ് മസാല സിനിമകളുടെ എക്സാജറേഷനുകളും കോംപ്രമൈസുകളും ഒക്കെയുള്ള ഒരു സിനിമയായിരുന്നു തെറി. എന്നിട്ടും ആ സിനിമ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം അതിലെ ചില എലമെന്റുകളായിരുന്നു. സമാന്തയും വിജയും തമ്മിലുള്ള കെമിസ്ട്രി, വളരെ പ്രധാനപ്പെട്ട ചില മാസ് സീനുകളിൽ വിജയ് കാണിക്കുന്ന സട്ടിലായിട്ടുള്ള സ്വാഗർ, പിന്നെ ആകെ മൊത്തത്തിലുള്ള ഹീറോയിസം, ഇതൊക്കെയായിരുന്നു അവ. തെറിയുടെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് ആയിട്ടുള്ള ബേബി ജോണിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സീനുകൾക്ക് തെറിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ആ ഒരു ഫീൽ ഫാക്ടർ ഉണ്ടാക്കാൻ ഹിന്ദി വേർഷന് സാധിക്കുന്നില്ല. മൊത്തത്തിൽ ബജറ്റ് കൂട്ടി സ്കെയിൽ വലുതാക്കിയിട്ടും കഴിഞ്ഞ വർഷം ഇറങ്ങിയ ജവാന്റെ ഹാങ് ഓവറാണ് ഈ തെറിയുടെ റീമേക്ക് കാണുമ്പോൾ നമുക്ക് അധികം കാണാൻ സാധിക്കുക. ഒരച്ഛനെയും മകളെയും ചുറ്റിപ്പറ്റിയാണ് സിനിമ. ജോൺ ഡിസിൽവ അദ്ദേഹത്തിന്റെ മകളോടൊപ്പം ആലപ്പുഴയിൽ ഒരു ബേക്കറി നടത്തി സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജോണിന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്നു. ആ ഒരു സംഭവം ജോൺ ഇതിനു മുന്നേ ആരായിരുന്നു എന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു. ആരായിരുന്നു ജോൺ, ഏത് സാഹചര്യമാണ് അയാളെ കേരളത്തിൽ എത്തിച്ചത് എന്നതൊക്കെയാണ് ബേബി ജോണിൽ നമ്മൾ കാണുന്നത്. തെറി എന്ന സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ബാക്കി റിവ്യൂ കാണുമ്പോൾ സ്പോയിലറുകൾ ഉണ്ടാകും എന്ന കാര്യം മനസ്സിൽ വെക്കുക. ബേബി ജോൺ ബേസിക്കലി 90% തെറിയും ബാക്കി 10% തെറിയിൽ നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളെ തന്നെ ബഡ്ജറ്റ് കൂട്ടി അവതരിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു സംഭവമാണ്. സെറ്റിംഗ് മാറ്റിയെങ്കിലും ബേബി ജോണിന് ഇല്ലാതെ പോയത് ഒറിജിനലിൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ്. ബേബി ജോണിന്റെ ക്ലൈമാക്സ് നടക്കുന്നത് പുഷ്പ 2 ഓപ്പണിംഗ് സീക്വൻസ് പോലെ ഒരു പോർട്ടിലാണ്. കുതിരപ്പുറത്ത് വന്ന് ആളുകളെ കൊല്ലുന്നതടക്കം പല സൈസ് ഓവർ ദ ടോപ്പ് ആക്ഷൻ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. പക്ഷേ തെറിയിൽ കുറച്ചുകൂടെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് സംഭാഷണങ്ങളിലൂടെ ഈ ഒരു ഏരിയ ആക്ച്വലി കവർ ചെയ്തത്. വെള്ളയും ഇട്ട വില്ലനെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ അയാളുടെ കൂട്ടാളികളെ നായകൻ കൊന്നുകളയുകയായിരുന്നു തെറിയുടെ രീതി. ഇവിടെ സെറ്റപ്പുകളെല്ലാം വലുതായിട്ടും ഒറിജിനൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കും തെറി അതേപോലെ എടുത്തു വെച്ചാൽ ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് നിങ്ങൾ പറയും. ഒറിജിനലിൻ്റെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് പറയും. ബേബി ജോൺ കണ്ടു കഴിയുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റും, എത്രത്തോളം വിജയ് എന്ന നടൻ തെറി എന്ന സിനിമയുടെ മാസ് എലിവേഷൻ ഭാഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നത്. വില്ലന്റെ മകൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് വെച്ച് നായകൻ പറയുന്ന ഡയലോഗ് ഹിന്ദിയിൽ ലിറ്ററലി ലൗഡായിട്ടുള്ള രീതിയിലാണ് വരുൺ ധവൻ പെർഫോം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒറിജിനലിൽ വിജയ്കുമാർ IPS എത്രത്തോളം സ്മാർട്ടാണ് എന്ന് വില്ലന് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ആ സീക്വൻസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഡിസപ്പോയിൻമെന്റ് വരുൺ ധവാനും കീർത്തി സുരേഷും തമ്മിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കെമിസ്ട്രി അത്രയ്ക്കില്ല എന്ന കാര്യമാണ്. വിജയും സമാന്തയും ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുള്ളതിൻ്റെ ഓർമ്മ മനസ്സിലുള്ളതുകൊണ്ടാവണം വരുണും കീർത്തിയും ചുമ്മാ ഡയലോഗ് കാണാതെ പഠിച്ച് പറയുന്നത് പോലെ മാത്രമേ കാണുമ്പോൾ തോന്നുന്നുള്ളൂ. മാസും സെന്റിമെന്റ്സും ഒക്കെയുള്ള സിനിമയ്ക്ക് വേണ്ട ഒരു പാക്കേജ് ആയിട്ടാണ് തമൻ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ വളരെ ഡിസ്റ്റിങ്റ്റീവായി തോന്നുന്ന രീതിയിലുള്ള ഒന്നും തന്നെ പാട്ടുകളിൽ ഉണ്ടായിരുന്നില്ല. മാസ് ഹീറോ റോളുകളിലേക്ക് വരുൺ ധവന്റെ എൻട്രി എന്ന രീതിയിലാണ് ബേബി ജോണിനെ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ വളരെ റിജിഡ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറിയും സൽമാൻ ഖാനെ പോലെ ആവാൻ നോക്കുന്ന സ്റ്റിഫായ ബോഡി ലാംഗ്വേജും കാരണം സ്ക്രീനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹീറോയുടെ കരിസ്മ വരുണിന് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ബബിൾഗം തിന്നുന്ന വിജയുടെ ട്രേഡ് മാർക്ക് സാധനമൊക്കെ കലീസ് വരുണിനെ കൊണ്ട് ഇതിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. നല്ല മസിലുള്ള ഒരാൾ നിയോപ്രീൻ ഡംബൽസ് ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നത് കാണാൻ. ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കേണ്ടത് പുള്ളി ഇതിൽ പറഞ്ഞിട്ടുള്ള മലയാളത്തിനെയാണ്. മലയാളി സംസാരിക്കുന്ന പോലത്തെ മലയാളം അല്ല, പക്ഷേ തെറിയിൽ വിജയ് പറഞ്ഞ മലയാളം വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമായിരുന്നു. കീർത്തി സുരേഷ് അവതരിപ്പിച്ചിട്ടുള്ള ഡോക്ടർ മീര ചെന്നൈയിൽ നിന്നുള്ള ആളായിട്ടാണ് സിനിമയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദി ഡിക്ഷൻ അത്ര ഒരു വിഷയമല്ല. എങ്കിലും സാമാന്യം നല്ല രീതിയിൽ തന്നെ കീർത്തി അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഹിന്ദി ഡയലോഗുകൾ സ്വന്തം ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും തമ്മിൽ അതിഗംഭീരമായ കെമിസ്ട്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ട്രാജഡി നടക്കുമ്പോൾ ഹീറോയോട് നമുക്ക് തോന്നുന്ന സിമ്പതിയുടെ കാര്യത്തിൽ അല്പം കുറവ് സംഭവിക്കുന്നുണ്ട്. തെറിയിൽ ആമി ജാക്സന്റെ കഥാപാത്രത്തിന് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. വാമിക ഗബ്ബി ഈ അടുത്ത കാലത്തായിട്ട് നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ കാരണമാണെന്ന് തോന്നുന്നു ആ കഥാപാത്രത്തെ കുറച്ചുകൂടെ കഥയിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ കലീസും അറ്റ്ലിയും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ടൈപ്പ് ഗാലറി കഥാപാത്രമായിട്ട് തന്നെയാണ് ഇപ്പോഴും അത് ഉള്ളത്. തെറിയിലെ വൈറ്റ് ആൻഡ് വൈറ്റ് രാഷ്ട്രീയക്കാരനെ മാറ്റി വളരെ ബാർബേറിക്കായ ഒരു ഗ്യാങ്സ്റ്ററിനെയാണ് കലീസ് ഇവിടെ വില്ലനാക്കിയിട്ടുള്ളത്. ജാക്കി ഷ്രോഫ് ആ കഥാപാത്രത്തെ സ്ഥിരം ശൈലിയിൽ അവതരിപ്പിച്ചു. സാറ സയാന ആണ് ചെറിയ കുട്ടിയുടെ ഭാഗം അവതരിപ്പിച്ചിട്ടുള്ളത്. രാജ്പാൽ യാദവിന് മാസ് കാണിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഷീബ ചഡ്ഡയാണ് നായകന്റെ അമ്മയുടെ വേഷത്തിൽ വന്നിരിക്കുന്നത്. സൽമാൻ ഖാൻ ബായ്ജാൻ ആയിട്ട് വരുന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് സിനിമയുടെ അവസാനമുണ്ട്. സിംഗം എഗെയിനിൽ വന്നതുപോലെയുള്ള ഒരു ഗ്രീൻ സ്ക്രീൻ ദുരന്തമായിരുന്നില്ല ഇത്. മൊത്തം സീക്വൻസ് അവർ വൃത്തിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പടത്തിൽ വേറിട്ട് നിൽക്കുന്ന അവസാനം ക്രിസ്മസ് തുടങ്ങി പെരുന്നാൾ വരെ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് വിഷ് ചെയ്യുന്ന ആ ഗസ്റ്റ് റോള് ആളുകളെ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ കയറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും.